ബീഹാറിന്റെ ജനവിധി എന്ത് എന്ന രാഷ്ട്രീയ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ദിവസം രാജ്യം പ്രതീക്ഷിക്കുന്നത്. ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ദിവസം ലഭിക്കേണ്ടത്. ബീഹാറിലെ വർദ്ധിച്ച പോളിംഗ് പെർസെന്റേജ് അതെന്തിന്റെ സൂചകമാണ് എന്നതിന്റെ ഉത്തരമാണ് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടത്. ദേശീയ തലത്തിൽ ഇരുപക്ഷത്തിനും ഇരു മുന്നണികൾക്കും അതിസുപ്രധാനമായ തിരഞ്ഞെടുപ്പ് ഫലമാണ് ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബി ബാലഗോപാലും അനൂപ് ദാസും തുടരുന്നുണ്ട്. ബാലു, വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങാൻ പോവുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം സമ്മിശ്രമായ പ്രതികരണങ്ങളായിരുന്നു. എക്സിറ്റ് പോൾ നേരത്തെയും പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട്, ഹരിയാനയുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ പിഴവ് ഉണ്ടായി എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന സൂചന നൽകുന്നുണ്ടല്ലോ ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള ഏജൻസികളും. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങനെ കാര്യമായി മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ രതീഷ് പറഞ്ഞതുപോലെ ഈ എൻ ഡി എ മുന്നണിക്ക് ഈ മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ബീഹാറിൻ്റെ ഒരു ചരിത്രമുണ്ട്. കാരണം 2015 അന്ന് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഈ മേൽക്കൈ പ്രവചിച്ചിരുന്നത് എൻ ഡി എക്കായിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്നത് അന്ന് മഹാഗഠബന്ധൻ സഖ്യമായിരുന്നു. 2020 ബീഹാറിലെ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ തെറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ബീഹാറിൽ മറ്റ് സംസ്ഥാനങ്ങളെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാർ കൂടുതലായി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവർ കൂടുതലായി അവർ എന്താണ് അവരുടെ ഈ സമ്മതിദാന അവകാശം അവരെങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ച് മറ്റ് വ്യക്തികളോട് അവർ പങ്കുവയ്ക്കുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർ പൂർണ്ണമായും അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരല്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ തെറ്റാകുമ്പോഴൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, മൈഗ്രേഷൻ ഒരു വലിയ പ്രശ്നമാണ്. നേരത്തെ ഈ തൊഴിലന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നു, അവർക്ക് എത്രത്തോളം ഈ തുറന്ന് സംസാരിക്കാൻ വേണ്ടി കഴിയും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ തെറ്റിയ ചരിത്രങ്ങളാണ് സമീപകാലത്തൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എക്സിറ്റ് പോൾ പലതും ശാസ്ത്രീയമായി നടത്തുന്നുണ്ട്, ചിലതൊക്കെ തട്ടിക്കൂട്ട് സർവേകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി നടത്തുന്നതിനെ നമുക്കങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫാക്ടറുകൾ അത് എല്ലാ എക്സിറ്റ് പോൾ സർവേ നടത്തിയവരും പറയുന്നുണ്ട്. ഒന്ന്, സ്ത്രീ വോട്ടർമാരുടെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും. രണ്ടാമതായി, യുവാക്കളുടെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നതാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് ഈ ബീഹാറിൽ ഒരു കാലത്ത് RJD ഭരണകാലത്തുണ്ടായിരുന്ന ജംഗിൾ രാജ് അഥവാ അവിടുത്തെ കാടത്ത് ഭരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ അമിത്ഷാ, JDUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ലല്ലൻ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ വോട്ടർമാരെ വീണ്ടും അവരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഈ ഭരണം, ആ ഭരണത്തിലേക്ക് ബീഹാർ തിരികെ പോകണമോ എന്നൊരു ചോദ്യമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ NDA മുന്നോട്ട് വച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു കാര്യമാണ്. കാരണം ബീഹാറിൻ്റെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ഈ ആദ്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോകുന്നത് 2010 ആ സമയത്ത് എൻ്റെയൊക്കെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, വൈകിട്ട് 4 മണിയാകുമ്പോൾ നമ്മൾ പോകുന്ന ടാക്സി ഡ്രൈവർ നമ്മളോട് പറയും 5 മണിക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം, അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ താമസം ശരിയാക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഏത് അർദ്ധരാത്രി വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ബീഹാറിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോകാൻ വേണ്ടി കഴിയുമെന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മാവോയിസ്റ്റ് മേഖലകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും ഇപ്പോൾ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ബീഹാറിലെ ചെറിയ പട്ടണങ്ങളിൽ പോലും വലിയ ഹോട്ടലുകൾ, അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബീഹാറിലെ കണക്ടിവിറ്റി നല്ല രീതിയിൽ, ദേശീയപാതയൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അവിടെ ഈ ഒരു മാറ്റം ജനങ്ങളെ സംബന്ധിച്ച്, കാരണം ഈ 2010 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ ആദ്യം പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ 2005 അധികാരത്തിൽ വന്ന 5 വർഷങ്ങൾക്ക് ശേഷമുള്ള സമയമാണ്. അവിടെ നിന്ന് ഈ 20 വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബീഹാറിൽ കാണുന്നത് പോലെയല്ല, ബീഹാറിലെ ജനങ്ങൾക്ക് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിലൊക്കെ നല്ലൊരു മാറ്റം നിതീഷിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
ആ വിഷയം എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തവണ ഈ ബീഹാറിൽ പല മേഖലകളിലും ആദ്യഘട്ടത്തിൽ ഈ പ്രചരണത്തിൽ ഒരിടത്തും പോസ്റ്ററുകളിൽ ഒരിടത്തും ലാലു പ്രസാദ് യാദവിൻ്റെ ചിത്രം പോലും ഇല്ലായിരുന്നു. RJD ഓഫീസിൽ പോലും അവർ ആ ചിത്രം വയ്ക്കുന്നില്ലായിരുന്നു. കാരണം അതൊക്കെ പുതിയ വോട്ടർമാരെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നൊരു ആശങ്ക RJDയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ രണ്ട് ഫാക്ടറുകൾ, അതായത് വനിതാ വോട്ടർമാരും അതുപോലെ തന്നെ ഈ യുവാക്കളായ വോട്ടർമാരും 18-നും 35 വയസ്സിനിടയിൽ പ്രായമുള്ള വോട്ടർമാർ, ബീഹാറിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 15-നും 38 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് വോട്ടർ പട്ടികയിൽ 50% പേർ. ഇതിൽ ഈ 15-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഇത്തവണ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വോട്ട് എങ്ങോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഫലപ്രവചനങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള സ്പേസും ഇല്ല. കാരണം വോട്ടെണ്ണൽ ആരംഭിക്കാറായി. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വോട്ടെണ്ണൽ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. പക്ഷേ ഈ രണ്ട് ഫാക്ടറുകളും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഈ പുതിയ തലമുറയ്ക്ക് അവരുടെ ആസ്പിറേഷൻസിനനുസരിച്ച് ഉള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ തേജസ്വി യാദവിന് കഴിയുമോ, അതോ അവർ ഈ പണ്ടത്തെ ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെ അവർ പേടിക്കുന്നുണ്ടോ? കാരണം ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീണ്ടും 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 ആവർത്തിച്ച് ഈ ജംഗിൾ രാജ് പ്രഖ്യാപനം അല്ലെങ്കിൽ ആ വിഷയം ബീഹാറിൽ സജീവ ചർച്ചയാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിലുണ്ടായ മുൻ അനുഭവങ്ങൾ, അതിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു പൊതുവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഈ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്.